Hi friends, Rona's cookbookilekku എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു നാടൻ ചമ്മന്തി റെസിപ്പിയുമായിട്ടാണ്. ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഇതിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ചിരവിയ തേങ്ങ എടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തിരുമ്മിയെടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങ എടുത്ത്. അത് നല്ല പാലുള്ള തേങ്ങ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് കുട്ടികൾക്ക് ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും മിക്സി ഇല്ലെങ്കിലും ഒക്കെ കൈകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണിത്. നല്ല ടേസ്റ്റുമാണ്. ചോറിന് കൂടെയൊക്കെ കൂട്ടാൻ, കഞ്ഞിയിലായാലും ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. ഈ ചമ്മന്തി കൂടുതൽ ടേസ്റ്റ് ആവാൻ വേണ്ടി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 2-3 ചുവന്നുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ചുവന്നുള്ളിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ ഈ ചമ്മന്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ച ചുവന്നുള്ളി ഇതിലേക്കിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക. ഉള്ളി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇല്ലി കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആ കറിവേപ്പിലയും ഒന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തി ഈ എണ്ണക്കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഉള്ളിയും കറിവേപ്പിലയും കടുകും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം ഇത് കൂടുതൽ മൊരിയരുത്. നിങ്ങൾ ഫ്ലെയിം കൂട്ടി വെക്കാനും നോക്കരുത്. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് നമ്മൾ ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാം. നമ്മളുടെ ഈസി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.